കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ കൊല്ലങ്ങൾക്ക് മുൻപ് തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരാൾക്കുണ്ടായ അനുഭവ കഥയാണിത്. കഥയിലേക്ക് കടക്കും മുൻപ് ആദ്യമായി ചാനൽ കേൾക്കാൻ വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. സ്ഥിരമായി കേൾക്കുന്ന കൂട്ടുകാർ ഇത്തരം കഥകൾ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് പരിചയപ്പെടുത്തി കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കാനും പറയാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി കഥയിലേക്ക്. ഏകദേശം ഒരു 10-35 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിത്. തൊടുപുഴയ്ക്കടുത്തുള്ള മലയിഞ്ചി എന്ന ഗ്രാമത്തിലെ ഒരു കർഷകനായിരുന്നു ജോർജ് കുട്ടി. അച്ഛനും അമ്മയും ഒരേ ഒരു സഹോദരിയായ സെലിനുമായിരുന്നു ജോർജ് കുട്ടിയുടെ കുടുംബം. ഒരു വലിയ കാടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. കാടെന്നു പറഞ്ഞാൽ പോരാ, കൊടും കാടാണ്. മനുഷ്യവാസ പ്രദേശങ്ങൾ അക്കാലത്ത് അവിടെയൊക്കെ തീരെ കുറവായിരുന്നു. കാടിനോട് ചേർന്നൊഴുകുന്ന പുഴ മറിച്ച് കടന്നാൽ മാത്രമേ ജോർജ് കുട്ടിയുടെ വീട്ടിലെത്താൻ കഴിയൂ. മഴക്കാലത്ത് ജലത്താൽ സമ്പന്നമായ നദി വേനൽക്കാലത്ത് വറ്റിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ ആറ് മുറിച്ച് കടക്കണമെങ്കിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് മുള ഉപയോഗിച്ച് ഒരു പാലം നിർമ്മിക്കും. ആ പാലം കടന്നാൽ മാത്രമേ പൊതുഗതാഗതം അല്പമെങ്കിലുമുള്ള വഴിയിൽ എത്തിച്ചേരാൻ കഴിയൂ. വൈദ്യുതീകരിച്ച വീടുകൾ അക്കാലത്ത് കുറവായിരുന്നു. ബാറ്ററിയിട്ട് ഉപയോഗിക്കുന്ന ടോർച്ചായിരുന്നു രാത്രി സഞ്ചാരത്തിൻ്റെ ഏക പ്രകാശ സ്രോതസ്. അതും എല്ലാവർക്കുമില്ല. അക്കാലത്ത് നമ്മുടെ ജോർജ് കുട്ടിയുടെ സഹോദരിയായ സെലിൻ അന്യസംസ്ഥാനത്ത് എവിടെയോ നേഴ്സിംഗ് പഠിക്കുകയാണ്. ഒരിക്കൽ സെലിൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒരാഴ്ചത്തെ അവധി കിട്ടിയപ്പോൾ വീട്ടിലേക്ക് വരികയാണെന്ന് അറിയിച്ചു. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷം ഏക സഹോദരിയെ കാണുന്നതല്ലേ. പക്ഷേ അതിൻ്റെ പ്രശ്നം അവിടെയല്ല. അവരുടെ റൂട്ടിൽ ആകെ 3 ബസ് മാത്രമേ അക്കാലത്ത് സർവീസ് നടത്തുന്നുള്ളൂ. അവസാനത്തെ ബസ് അവിടെ എത്തുന്നത് രാത്രി 10 മണിക്കാണ്. ബസ് നിർത്തുന്ന സ്റ്റോപ്പ് തീർത്തും വിജനമാണ്. പകൽ പോലും ആ ഭാഗങ്ങളിലൊന്നും തന്നെ ആരും ഉണ്ടാവാറില്ല. അങ്ങനെ സെലിൻ വരുന്ന ദിവസമിങ്ങെത്തി. രാത്രി ബസ് വരുന്നതിന് മുന്നേ തന്നെ ജോർജ് കുട്ടി അവിടെ പോയി കാത്തു നിൽക്കണം. രാത്രി ഏകദേശം 9:30 അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങി. കയ്യിൽ ഒരു ടോർച്ചുമുണ്ടായിരുന്നു. അത്യാവശ്യം പേടിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു നമ്മുടെ ജോർജ് കുട്ടിയും. രാത്രി 9:30 മണിയേ ആയിട്ടുള്ളുവെങ്കിലും നല്ല കട്ട പിടിച്ച ഇരുട്ടാണ്. ചെറുതായിട്ട് മഴ ചാറുന്നത് കൊണ്ട് കുടയുമായിട്ടാണ് അദ്ദേഹം പോയത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ കാട്ടിൽ നിന്ന് കേൾക്കുന്ന പല ശബ്ദങ്ങളും അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു കൈയിൽ കുടയും മറുകൈയിൽ വെളിച്ചവുമായി ആ രാത്രി അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞ മുളപ്പാലത്തിൻ്റെ അടുത്തെത്തി. പാലത്തിലേക്ക് കയറിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭയം വർദ്ധിച്ചു വന്നു. അടുത്തെങ്ങും ഒരു വീട് പോലും ഇല്ലാത്ത പ്രദേശമാണവിടം. കയ്യിലുള്ള ടോർച്ചാണെങ്കിൽ ഒരു മങ്ങിയ പ്രകാശവുമാണ്. അപ്പോഴാണ് തൊട്ടു മുന്നിൽ, അതായത് ജോർജ് കുട്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 10-30 അടി അകലത്തിൽ ഒരാൾ നടന്നു പോകുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ വെളിച്ചം പോലുമില്ല. ജോർജ് കുട്ടിക്ക് സന്തോഷമായി. അവിടം വരെ പോകാൻ കൂട്ടിനൊരാളായല്ലോ.
ജോർജ് കുട്ടി പുറകിൽ നിന്ന് കൂവി വിളിച്ചു, ചേട്ടാ, ഞാനും കൂടെ ഉണ്ട്, ഒന്ന് നിൽക്കണേ. പക്ഷേ അയാളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ജോർജ് കുട്ടി ഉറക്കെ വിളിച്ചുകൊണ്ട് അയാളുടെ ഒപ്പമെത്താൻ വേഗത്തിൽ നടന്നു. എത്ര വേഗത്തിൽ നടന്നിട്ടും അയാളുടെ ഒപ്പമെത്താൻ ജോർജിന് കഴിഞ്ഞില്ല. ഓടി ഓടി ജോർജ് കുട്ടി തളർന്നിട്ടും അജ്ഞാതനായ അയാൾ ജോർജ് കുട്ടിയിൽ നിന്നും എപ്പോഴും ഒരു നിശ്ചിത അകലത്തിന് മുന്നിൽ തന്നെ പോകുന്നു. ജോർജ് കുട്ടി പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും ടോർച്ച് ഒന്ന് മിന്നിയിട്ട് പ്രകാശം അങ്ങ് മങ്ങി. ബാറ്ററി ഇടുന്ന ഭാഗത്ത് ഒന്ന് തട്ടിയപ്പോൾ വീണ്ടും പ്രകാശിച്ചു. പക്ഷേ ഇപ്പോൾ ജോർജ് കുട്ടി ശരിക്കും ഭയന്നു. മുന്നിൽ അങ്ങനെ ഒരാളില്ല. അയാൾ എവിടെ പോയി? പാലം കടന്നു പോകാൻ സമയമായിട്ടില്ല. ജോർജ് കുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് ആ പാലത്തിലൂടെ തിരിഞ്ഞോടി. അവസാനം കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി അവനെയും കൂട്ടിയാണ് പിന്നീട് അദ്ദേഹം പോയത്. ആ വഴി സഞ്ചരിച്ച പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം അനുഭവകഥകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.